എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ. കുറച്ച് തേങ്ങയുണ്ട്, കുറച്ച് അരിപ്പൊടിയുണ്ട്. ഏകദേശം പിടി കിട്ടിയോ? അതെ, ഇന്നൊരു പിടിയാണ് കേട്ടോ. അതിലേക്ക് 3-4 ചുവന്നുള്ളി, ഒരു 3 വെളുത്തുള്ളി, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഐറ്റമായിട്ടുള്ള നമ്മുടെ അരിപ്പൊടിയുണ്ട്. ഞാനിനി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ എടുത്ത് വെച്ചാൽ കുറച്ച് ജീരകം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കൂടെ ഇടികല്ലിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുവാണേ. ഇപ്പം ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് മിശ്രിതം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് അതിലേക്ക് ഈ വെള്ളത്തിലേക്ക് മിക്സ് ആവണം. ഈ വെള്ളം വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ പിടി കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മാവൽ തേങ്ങയും പോലെ ഇട്ടിട്ടുള്ളില്ലേ, അതെല്ലാം കൂടെ കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ടാട്ടോ അത് ഞാൻ തിളയ്ക്കാൻ വെച്ചിരിക്കുന്നത്. ഇനി അത് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ആ ടേസ്റ്റ് അതിലേക്ക് ആവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പിടി കുഴയ്ക്കാനുള്ളത് എടുക്കാം. തേങ്ങ ഇട്ടു, അരിപ്പൊടി ഇട്ടു, എന്നിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാകും, അതുകൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാം, ഞാൻ ഇപ്പോൾ ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച വെള്ളമാണ് കേട്ടോ, സൂക്ഷിക്കണേ ഒഴിക്കുമ്പോൾ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം എല്ലാം കൂടെ ഈ വെള്ളത്തിലേക്ക് ആകാൻ പാകത്തിന് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ പിടി കുഴയ്ക്കുന്ന വെള്ളത്തിലേക്ക് അതിൻ്റെ കുറച്ച് അംശങ്ങൾ വരണം. ഇനി നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, അതനുസരിച്ചാണ്. അതിന് ശേഷമായിരിക്കും വെള്ളമൊക്കെ ഒന്ന് തണുത്തല്ലോ, അതിന് ശേഷം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചു. ഇനിയിപ്പോൾ നമുക്ക് മിച്ചം കുറച്ച് വെള്ളം വന്നതിലോ അതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ പിടിയൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ വെള്ളം തിളച്ച് കിടപ്പുണ്ടായിരുന്നല്ലോ, അപ്പം അതിനകത്തേക്ക് ഞാൻ നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന പിടിയെല്ലാം ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണമായിട്ട് നമ്മൾ, അതായത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചാൽ മതി. നല്ല വെള്ളം തിളച്ച് കിടക്കുന്ന സമയത്ത് വേണം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ പിടി ഇട്ട് കൊടുക്കാനേ. അപ്പോൾ എല്ലാ പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് നമ്മൾ അനക്കാനോ അല്ലെങ്കിൽ ഇളക്കാനോ ഒന്നും പാടില്ല. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ നല്ല തീയിൽ കിടന്ന് വേഗണം. ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2-3 മിനിറ്റത്തേക്ക് നമ്മൾ ഈ വെള്ളത്തിനകത്തേക്ക് പിടിയിട്ടല്ലോ, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പിടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാം കേട്ടോ. നല്ലൊരു വിഭവമാണേ. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചിക്കൻ കറിയാണ് കേട്ടോ ബെസ്റ്റ്. അതായത് കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നല്ലത്. ചിക്കൻ കറി ഇല്ലാതെ നല്ല ചെറു ചൂടോടുകൂടി ഈ പിടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എനിക്കിഷ്ടമാണ് പിടിയൊക്കെ കഴിക്കാൻ, ചിക്കൻ കറിയൊക്കെ കൂടി. മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണല്ലോ കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അമ്മയുടെ അമ്മ നല്ല പിടി ഉണ്ടാക്കാൻ നല്ല മിടിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാം. നമ്മുടെ കാരണന്മാരെ ഉണ്ടാക്കുന്നതിന് പിടിക്കൊരു പ്രത്യേക സ്നേഹവും ഇവിടെ അവർ ഇട്ടുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കൂലേ അത്രയും ടേസ്റ്റ് വരുന്നേ അല്ലേ. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു 10 മിനിറ്റിനകം നമുക്ക് പിടി ആവും. 15 മിനിറ്റ് മൊത്തത്തിൽ വേണ്ട. കാരണം നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കുന്ന സമയവും പിടി നമുക്ക് ഏകദേശം എടുക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഉണ്ടോ നോക്കിയേ, കണ്ടോ, കട്ട വെട്ടാതെ നന്നായിട്ട് പിടി കെട്ടി. നമ്മുടെ ഇതെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമായല്ലോ തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ട്, നന്നായി വെന്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്ത് ഇളക്കിയപ്പോൾ കണ്ടില്ലേ കട്ട കെട്ടാതെ കിട്ടുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇടുമ്പോഴേ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ട കെട്ടും, അതായത് അലുത്ത് പോകും. കാരണം അരിമാവല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗ്രേവി ഇടണമല്ലോ. പിടി എന്ന് പറയുമ്പം പിടിയും ചാറും കൂടെ ഉള്ളതാണല്ലോ. അപ്പം ഞാൻ ആദ്യമേ കുഴച്ച് വെച്ചതിനകത്ത് നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നിങ്ങൾക്കെല്ലാം മൊത്തം നിങ്ങൾ പിടിയായിട്ട് ഇട്ടതിന് ശേഷമാണെങ്കിൽ ഈ ഗ്രേവിക്ക് വേണ്ടി ഒരു 2-3 സ്പൂൺ അരിപ്പൊടി എടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്.
കുറച്ച് തേങ്ങയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പിടി കുഴച്ചതിനകത്ത് നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണേ. ആ സമയത്തൊക്കെ നമ്മുടെ പിടി അവിടെ കിടന്ന് വേകുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇതാണ് കേട്ടോ ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കട്ടയെല്ലാം ഉടച്ച് നല്ല ഫൈൻ പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാറ് വേണം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ പിടിയെല്ലാം വെന്തതിന് ശേഷമായിരിക്കും ഇത് ഒഴിക്കുക കേട്ടോ. അതിന് മുമ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കല്ലേ, കാരണം ഇത് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും പിടി കുറുകും. അതുകൊണ്ടാണ് പറയുന്നത് പിടിയെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ ചാറ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇനി ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മുടെ പിടിയെല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇരുന്ന് 1-2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അതായത് ഇതിന് കുറുകി നന്നായിട്ട് കുറുകി വരുവേ. നമ്മൾ എടുക്കുന്ന പൊടി അനുസരിച്ചിരിക്കും. ചില അരിപ്പൊടിക്കൊക്കെ പശ കൂടുതലുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതനുസരിച്ചുണ്ട്. കണ്ടോ നമ്മുടെ പിടി ഇപ്പോൾ വെന്തിട്ടുണ്ട്. നോക്കിയേ, ഈ ഒരു പരുവത്തിൽ കിട്ടും. എനിക്ക് ഈ പിടീനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതിൻ്റെ ഈ ഗ്രേവി കഴിക്കാനാണ്. അത് ആ ചിക്കൻ കറിക്കകത്തേക്ക് ഒഴിച്ച് കഴിക്കുന്നതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ലതാണ്. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ പിടിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇച്ചിരി കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇരിക്കണേ. നിങ്ങളിനി ചിക്കൻ കറി വെക്കുമ്പോൾ ഉറപ്പായിട്ടും പിടിയോടും കൂടി ഉണ്ടാക്കിയിട്ട് നോക്കിക്കേ. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് പ്രായഭേദം തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു സംഭവം കൂടെയാണ്. ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ചെറിയ ചെറിയ ബോളുകളായിട്ട് നമ്മൾ എടുക്കണേ, വലിയ ബോളുകളായിട്ട് എടുക്കണേ. ഇനി കുറച്ച് വലിപ്പം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ തീരെ ചെറുതുമല്ല ഒത്തിരി വലുതുമല്ല, ഒരു ഇടത്തരം സൈസിലുള്ള ബോളുകളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓവറായിട്ട് പിടി വലുതാവരുതെന്ന് മാത്രമേ ഉള്ളൂ. നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കിയേ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തേക്കുക. നമുക്ക് അരിപ്പൊടി എല്ലാ വീട്ടിലും തന്നെ ഉണ്ടാവുമല്ലോ. അരിപ്പൊടിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുറച്ച് ജീരകവും ഇട്ടിട്ട് നല്ല സ്വാദോടുകൂടി പിടി ഉണ്ടാക്കുന്നത്. എന്താ ചെറു ചൂടോടുകൂടി ചിക്കൻ കറി കൂടെ കഴിക്കാൻ നല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. ഞാൻ പിടി മാത്രമായിട്ട് എടുത്ത്, കാരണം എപ്പിസോഡ് അല്ലെങ്കിൽ കൂടുതലായി പോകില്ലേ. സമയത്തിറക്കി മൂലമാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാകുന്ന വീഡിയോ കാണിക്കുന്നത്. അത് വേറൊരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്ന കൂടി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോയും റെസിപ്പികളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.